بسم الله الحمد لله حمدا كثيرا طيبا مباركا فيه رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ربنا زدنا علما اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل محمد اللهم لا سهل إلا ما جعلته سهلا أنت تجعل الحزن إذا شئت سهلا اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه ربنا عليه ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا زدنا علما السلام عليكم ورحمة الله وبركاته. പരിശുദ്ധ റമളാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മളുള്ളതല്ലേ. എത്രയോ മഹത്തരമായ ഈ സമയത്ത് അള്ളാഹുവിന്റെ പേരിൽ എന്നെ കേൾക്കാനായി വന്ന എല്ലാ ഓരോരുത്തർക്കും റബ്ബിന്റെ കാരുണ്യവും അനുഗ്രഹവും ഉണ്ടാകുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായ ദുആയോടെ പരിശുദ്ധമായ ഖുറാനിലെ അൽബക്കറ സൂറത്തിലെ 284 ആയത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لله ما في السماوات وما في الأرض وإن تبدوا ما في أنفسكم أو تخفوه يحاسبكم به الله فيغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير. ഈ ആയത്തിൽ ആദ്യം തന്നെ അല്ലാഹു തആല നമ്മളോട് പറയാണ്, എല്ലാത്തിൻ്റെയും അധികാരവും ഉടമസ്ഥതയും എനിക്കാണെന്ന്. എല്ലാം അറിയുന്ന, എല്ലാത്തിനും കഴിവുള്ളവനായ അള്ളാഹു, അവൻ മാത്രമാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഉടമസ്ഥൻ. അവൻ മാത്രമാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവ്. അവൻ മാത്രമാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. അവൻ മാത്രമാണ് എല്ലാത്തിനെയും സംരക്ഷിക്കുന്നത്. എല്ലാത്തിൻ്റെയും അധികാരമുള്ളവനും അവൻ തന്നെ. അവൻ ഔദാര്യമായി നൽകിയ, അമാനത്തായി നൽകിയ അധികാരവും ഉടമസ്ഥതയും അല്ലാതെ മറ്റാർക്കും ഒന്നും ലഭിച്ചിട്ടില്ല. അവൻ സൃഷ്ടിച്ച നമ്മളെല്ലാം അവൻ തന്ന ഔദാര്യത്തിലും ഉടമസ്ഥതയിലും അഹങ്കരിച്ച് ജീവിക്കുമ്പോൾ അവൻ തന്നെ പറയുകയാണ്, ഞാനാണ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ. അത് പറഞ്ഞ് അത് നമ്മളെ ഉറപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല അടുത്ത വാചകത്തിലേക്ക് പോവുകയാണ്. ഈ ഭൂമിയുടെയും ആകാശങ്ങളുടെയും, ആകാശങ്ങളിലുള്ള സൂര്യൻ, ചന്ദ്രൻ, അങ്ങനെ എല്ലാത്തിൻ്റെയും, ഭൂമിയിലുള്ള എല്ലാ ജീവനുള്ളവയുടെയും അല്ലാത്തതിൻ്റെയും എല്ലാത്തിനും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലും ഉടമസ്ഥതയിലുമാണല്ലേ. അവന്റെ നിയന്ത്രണവും പരിപാലനവും ഇല്ലാതെ ഒന്നും നിലനിൽക്കുന്നില്ല. അവൻ മാത്രമാണ് എല്ലാത്തിനും കഴിവുള്ളവനും അധികാരമുള്ളവനും. അങ്ങനെയൊക്കെയുള്ള റബ്ബിന് തൃപ്തിയില്ലാത്തതൊന്നും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന് നമ്മുടെ ഇമോഷൻസ് അറിയാം, റെക്കോർഡിങ്, എല്ലാതും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും റെക്കോർഡിംഗ് ഉണ്ട്. അതൊക്കെ ചോദിക്കാനുള്ള കഴിവും അധികാരവും ഉണ്ട്. കൽബിന്റെ അമലുകൾ എല്ലാം അല്ലാഹു തആല അറിയുന്നുണ്ട്. എന്തൊക്കെയാണ് കൽബിന്റെ അമലുകളും? നിയ്യത്ത്. എന്ത് നമ്മൾ ചെയ്യുമ്പോഴും അതിലെന്തൊക്കെയാണ് നമ്മുടെ നിയ്യത്ത്, നമ്മളെ മനസ്സിൽ എന്താണ് അതിന്റെ ഉദ്ദേശം അള്ളാഹ്ക്കറിയാം. ക്ഷമകൾ, നമ്മൾ ഓരോരുത്തരോടും ക്ഷമിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും നമുക്ക് എന്താണ് ആ ക്ഷമയിൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത്? വേറെ മാർഗമില്ലാത്തത് കൊണ്ട് സഹിക്കുകയാണോ? റബ്ബിന്റെ പേരിലുള്ള ക്ഷമയാണോ? അതും എല്ലാം അള്ളാഹുവിനറിയാം. തവക്കുൽ, നമ്മൾ അള്ളാഹുവിനെ തവക്കുൽ ചെയ്തു എന്ന് പറയുമ്പോൾ ആ തവക്കുലിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ടെന്ന് അള്ളാഹു തആല നോക്കുന്നുണ്ട്. അതും അവനറിയാം. നമ്മുടെ പ്രതീക്ഷകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷകളായാലും ജീവിതത്തിലെ മറ്റു കാര്യങ്ങളിലുള്ള പ്രതീക്ഷകളിലായാലും
അള്ളാഹു ഓരോന്നും അറിയുന്നു. നമ്മുടെ മറവി എന്തുകൊണ്ടാണ് ഇയാൾ ഈ ചെയ്യാതിരുന്നത്? മറവി കണ്ടാണോ, വേണ്ടാന്ന് വെച്ചിട്ടാണോ? അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയുന്ന റബ്ബ് അടുത്തതായി നമ്മളോട് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, إن تبدوا ما في أنفسكم أو تخفوه يحاسبكم به الله. അള്ളാഹു എല്ലാം അറിയുന്നുണ്ട് എന്ന് നമ്മളെ ഈ അറിവ് നമുക്ക് തന്നതിന് ശേഷം അള്ളാഹു താല പറയാ, നിങ്ങൾ മനസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചതും നിങ്ങൾ മനസ്സിന്റെ ഉള്ളിൽ പുറത്തു വെച്ചതും എല്ലാ കാര്യങ്ങളും അള്ളാഹ്ക്ക് അറിയാം. ഒരു മെഷീന് കണ്ടുപിടിച്ച ആൾക്ക് അതിനെക്കുറിച്ച് എല്ലാം അറിയുന്നത് പോലെ അതിന്റെ ഓരോ കാര്യങ്ങളും ചോദിച്ചാൽ അവർ പെട്ടെന്ന് പറയുന്നു വരും. അതുപോലെ നമ്മളെ സൃഷ്ടിച്ച അള്ളാഹുവിന് നമ്മുടെ ഉള്ളിലുള്ളതും പുറത്തുള്ളതും എല്ലാം ഒരുപോലെയാണല്ലേ. അതിനുശേഷം അള്ളാഹു താല നമ്മളോട് വാൺ ചെയ്യാണ്, നിങ്ങൾ ഹൃദയത്തിൽ ഒളിപ്പിച്ച് വെച്ചതും വെളിപ്പെടുത്തിയതിനും ഒക്കെ ഹിസാബ് ഉണ്ട് കേട്ടോ, കെയർഫുൾ ആയിരിക്കണം കേട്ടോ. സുബ്ഹാനല്ലാഹ്. ഈ ആയത്ത് എത്തുന്നത് വരെ നമ്മളെ പ്രവർത്തികളിലേക്കായിരുന്നു നമ്മളെ ഫോക്കസില്. നമ്മൾ ചെയ്തില്ലല്ലോ. ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു, എന്നാലും ഞാൻ അവരോടൊന്നും പറഞ്ഞില്ലല്ലോ. അവരെന്നോട് പറഞ്ഞതിന് എനിക്കതൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ചെയ്തില്ലല്ലോ. അങ്ങനെ ഒരു സമാധാനം, അൽഹംദുലില്ലാഹ്, അങ്ങനെ ഒരു സമാധാനം അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ മനസ്സിൽ വേറെ ആരോടെങ്കിലും എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലും ഞാനത് കാണിച്ചിട്ടില്ലല്ലോ. ഞാനത് ഉള്ളിൽ തന്നെ വെച്ചിട്ടല്ലേ ഉള്ളൂ. അത് പുറത്ത് കാണിച്ചാലല്ലേ അതിന് കുറ്റം എന്നുള്ള ആ ഒരു ലെവലിലായിരുന്നു നമ്മളൊക്കെ പോക്ക്. എന്റെ പോക്ക് പ്രത്യേകിച്ചു. അല്ലാഹു അക്ബർ. അവൻ നമ്മളോട് തന്നെ പറയണം, നിങ്ങൾ പുറമെ ഒരാളും നമ്മുടെ ഉള്ളിൽ ഒരാളുമായിട്ടുള്ള ഈ രണ്ട് മുഖക്കാരായിട്ടുള്ള ഒരു ജീവിതം. സുബ്ഹാനല്ലാഹ്. അല്ലാഹുമ്മ തഹ്ഹിർ ഖൽബി മിനൻ നിഫാഖി വരിയായി വൽ ഹസദി വൽ കിബർ. അള്ളാഹു നമ്മുടെ എല്ലാം കൽബിനെ നന്നാക്കി തരട്ടെ, നിഫാക്കിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ 254 ആയത്തിലൂടെ നമ്മുടെ റബ്ബ് പറയാണ്, എല്ലാത്തിനും ഉടമസ്ഥനായവനായ, എല്ലാത്തിനും കഴിവുള്ളവനായ ഞാൻ ഹിസാബ് ചെയ്യുക തന്നെ ചെയ്യുന്നു. എന്തെല്ലാം ചിന്തകളാണല്ലേ നമ്മുടെ മനസ്സുകളിലൂടെ കടന്നു പോയിട്ടുള്ളത്. ആരോടൊക്കെയോ ഉള്ള ദേഷ്യം, അസൂയ, അങ്ങനെ ഹൃദയത്തിലുണ്ടാകുന്ന പല പല രോഗങ്ങളും എല്ലാം ഞാൻ ഹിസാബ് ചെയ്യുന്നു, എല്ലാത്തിനും കഴിവുള്ള റബ്ബ് പറയുമ്പോൾ അത് ആരെങ്കിലും വെറുതെ പറഞ്ഞു പോയ ഒരു കാര്യമാണോ? എല്ലാം അറിയുന്ന മാലിക് യൗമിദ്ദീനായ അള്ളാഹു തആലയാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇന്ന വഅദല്ലാഹി ഹഖ്. അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ സത്യമാണ്. അവൻ പറഞ്ഞതെല്ലാം സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ നമ്മുടെ അകത്തേക്കും തിരിയേണ്ടിയിരിക്കും. സലീമായ ഒരു ഹൃദയവുമായി നമ്മുടെ റബ്ബിനെ കണ്ടുമുട്ടാൻ അള്ളാഹുവിന്റെ തൗഫീഖ് തന്നെ വേണമല്ലേ. നമ്മുടെ കടുത്ത ജിഹാദും വേണം, കഠിന പരിശ്രമം തന്നെ വേണം. നമ്മുടെ നഫ്സിനോടും ശൈത്താനോടും നമ്മുടെ ചുറ്റുമുള്ള ഓരോന്നിനോടും നമ്മൾ ജിഹാദ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ റബ്ബിനോട് തന്നെ സഹായം തേടാം. നസീറായ റബ്ബ് നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. ആ ഒരു വിശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ശൈത്താന് നമുക്ക് പല പല ചിന്തകൾ, ചീത്ത ചിന്തകൾ നമ്മളെ മനസ്സിൽ ഇട്ടു തരും. അത് സ്വീകരിക്കണോ വേണ്ടയോ ഇതൊക്കെ തീരുമാനിക്കുന്നത് ആരാ? നമ്മളാണല്ലേ. ആ ചിന്തകൾക്ക് നമ്മളെ നയിക്കാൻ പറ്റിയ നാം ഹാസിര്യങ്ങളിൽ പെട്ടുപോകും. ആ ഹാസിര്യങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ നമ്മൾ നമ്മളുടെ മനസ്സിനെ തന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കണം. ചിന്തകൾ വരും, കാരണം നമ്മൾ മനുഷ്യന്മാരാണ്. അള്ളാഹു അങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ചിന്തകളെ നമ്മൾ തന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കണം. അപ്പോൾ അള്ളാഹുവിന്റെ സഹായവും മഗ്ഫിറത്തും നമ്മുടെ മേലുണ്ടാകും. അങ്ങനെ നമ്മൾ മുഫ്ലിഹീങ്ങളിൽ ഉൾപ്പെടുകയും ചെയ്യും. പരമകാരുണികൻ നമ്മളെ മുഫ്ലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു ഗസ്റ്റ് വന്ന് വാതിൽ തുറക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് അവര് വാതിൽ തുറന്ന് നമ്മൾ അകത്തേക്ക് കയറ്റണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് പോലെ അവർ വന്ന് കയറിയതിനു ശേഷം
അവർക്ക് എന്താണ് അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി അത് നമുക്ക് നിയന്ത്രണത്തിലുള്ള കാര്യമല്ലാത്തത് കൊണ്ട് നമ്മൾ ആദ്യം തന്നെ വാതിൽ തുറക്കണോ വേണ്ടയോ എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണല്ലേ. നമ്മുടെ മനസ്സിലൂടെ ഓടുന്ന പടം അള്ളാഹു കാണുന്നുണ്ട്, അതറിയുന്നുണ്ട്. അവൻ ഹിസാബ് ചെയ്യുകയും ചെയ്യും. ആ ഒരു ഓർമ്മ നമ്മുടെ ഇബാദത്തുകളിലും നമുക്കുണ്ടാവും. അള്ളാഹു എല്ലാം അറിയുന്നുണ്ടെന്നുള്ള ആ നമ്മുടെ വിചാരം തന്നെയാണ് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ കഴിയുള്ളൂ. നമ്മൾ മനസ്സിൽ സംസാരിക്കുന്നത് അള്ളാഹു അറിയുന്നുണ്ട്. ആ ഒരു ഭയം നമുക്ക് ഉണ്ടാവണം. നമ്മൾ നിസ്കരിക്കണം, നോമ്പ് വലിക്കണം, സദക്ക കൊടുക്കണം. ആ സമയത്ത് നമ്മുടെ മനസ്സിലുള്ളത് എന്താണ്? അത് നമ്മുടെ റബ്ബിനറിയാം. നമ്മളിങ്ങനെ നിസ്കരിക്കാൻ നോക്കുമ്പോൾ കാണുന്നവർക്ക് അയാൾ നന്നായി നിസ്കരിക്കുന്നുണ്ട്, അയാളുടെ ഉള്ളിൽ എന്തൊക്കെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കണമെന്ന് അള്ളാഹു താലാക്ക് നല്ലോണം അറിയാം. നമ്മളെ പിടിച്ചു വെച്ചിട്ട് നമ്മളോട് അബ്ബ നേരിട്ട് ചോദിക്കുകയാണ്, നീ എൻ്റെ മുന്നിൽ നിസ്കരിക്കാൻ നിന്നിട്ട് മാലിക് യൗമിദ്ദീനാണ്, അർ-റഹ്മാൻ റഹീമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിന്റെ മനസ്സിന്റെ ഉള്ളിൽ കൂടെ നീ എന്തെല്ലാമായിരുന്നു ചിന്തിച്ചിരുന്നത്? അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ചിന്തിക്കുക. നമ്മൾ ചിന്തിക്കല് നമ്മൾ അടുക്കളയിൽ മെനുവായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഈ നിസ്കാരം കഴിഞ്ഞിട്ട് എന്തെന്ന് ഉണ്ടാക്കേണ്ടത്, ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അത് ചെയ്യാനുണ്ടല്ലോ, അതുമല്ല എന്നുണ്ടെങ്കിൽ ഈ ഫാത്തിഹ കഴിഞ്ഞിട്ട് ഓതുന്ന സൂറത്ത് എന്താണെങ്കിലും നമ്മൾ ആ ചെല്ലുന്ന കാര്യത്തിൽ നമുക്കൊരു ആത്മാർത്ഥത ഇല്ല. നമ്മുടെ മനസ്സിന്റെ ഇഖ്ലാസ് അല്ലേ നമ്മുടെ ഈ ഇബാദത്തിന്റെ പവർ. ആ ഇഖ്ലാസോടെ ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് എല്ലാ അർത്ഥത്തിലും സഹായം നൽകുമാറാകട്ടെ. നമ്മളെ മുന്നിൽ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുക. ആ ചോദിക്കുന്ന സമയത്ത് എന്തുത്തരാ നമുക്ക് കൊടുക്കാനുള്ളത്? സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു തന്നെ സഹായിക്കുമാറാകട്ടെ. ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും, അത് സ്വാഭാവിക. കാരണം നമ്മൾ മനുഷ്യന്മാരാണല്ലോ. ആ ചിന്തകൾ വരുമ്പോ തന്നെ നമ്മൾ ആരുടെ മുന്നിലാണ് കൈകൊട്ടി നിൽക്കുന്നത് എന്നൊരു ഓർമ്മ, ആ ഒരു അറിവ് നമ്മളെ പിന്നിലേക്ക് പിടിച്ചു വലിക്കും. ഇഖ്ലാസോട് തഖ്വയോട് എല്ലാത്തിനും കഴിവുള്ള റബ്ബിന്റെ മുന്നിലാണ് എന്നുള്ള ഓർമ്മ നമ്മളിൽ വരണം. അപ്പോൾ നമ്മുടെ റബ്ബിന്റെ കാരുണ്യം നമ്മളിൽ ഉണ്ടാവും. ഇങ്ങനെ ചിന്തകൾ മാറുകയും വീണ്ടും നമ്മൾ പിടിച്ചു വലിച്ച് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുമ്പോൾ കാരുണ്യവാനായിരുന്നത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമുക്ക് പറഞ്ഞു തന്നത്. അത്തരം നിസ്കാരക്കാർക്ക് 2 കൂലി ഉണ്ട് എന്നാണ് അല്ലേ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും നമ്മൾ എല്ലാ സമയത്തും നമ്മുടെ ഇബാദത്തുകളിലും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഖ്ലാസോടെ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഖിറാഅത്ത്. റമദാനാണല്ലോ, എത്ര ഖത്തം തീർക്കണം. ഈ ഒരു റമദാൻ കഴിയുമ്പോക്ക് 4 5 അങ്ങനെ ഓരോ ഖത്തം തീർക്കണ തിരക്കിലാവും. നമ്മൾ സ്പീഡിൽ ഓതി പോകുമ്പോൾ നമ്മുടെ മനസ്സിലും ആ സ്പീഡോടെയാണ് നമ്മൾ ഓതുന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിൽ വേറെന്തൊക്കെയോ ചിന്തയിലായിരിക്കുക. അള്ളാഹു കാക്കട്ടെ. ചിലപ്പോ നല്ല നല്ല കാര്യങ്ങളായിരിക്കും ചിന്തിക്കുന്നത്, സദക്ക കൊടുക്കുന്നതോ വേറെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ. പക്ഷെ നമ്മൾ ചെയ്യുന്ന പരിശുദ്ധ ഖുർആൻ ഓതുക എന്നുള്ളതിൽ നമ്മുടെ ശ്രദ്ധ നിൽക്കുന്നില്ല. ഒന്ന് മനസ്സിരുത്തി കണ്ണ് ചിമ്മി ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെയൊക്കെ ഖിറാത്ത്, നമ്മുടെയൊക്കെ നിസ്കാരം ഇഖ്ലാസോടെ ആത്മാർത്ഥതയോടെ എന്താണ് എൻ്റെ റബ്ബ് എന്നോട് പറഞ്ഞത് എന്ന് ശ്രദ്ധിക്കാൻ നമുക്ക് സമയമില്ല. എത്ര കുറച്ചാണ് ഓതിയതെന്നുണ്ടെങ്കിലും അതിൽ ശ്രദ്ധിച്ച് അതിലെന്താണ് എൻ്റെ റബ്ബ് എന്നോട് പറഞ്ഞത്, അതിൽ എനിക്ക് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ, അതല്ലേ ശ്രദ്ധിക്കേണ്ടത്. അതിനല്ലേ കൂടുതൽ പ്രതിഫലം. ഈ റമദാനിന്റെ പുണ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ നമുക്ക് അനുകൂലമായി സാക്ഷിയാക്കുന്നവരുടെ കൂട്ടത്തിലും അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. ആ സമയത്തും അള്ളാഹു നമ്മളെ പിടിച്ചു നിർത്തി ചോദിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. കണ്ണ് ചിമ്മിയൊന്ന് ആലോചിച്ച് നോക്കുക. നീ എന്താ ഓതിയത്? എൻ്റെ കലാം ഓതാനിരുന്നിട്ട് എൻ്റെ മനസ്സിൽ എന്താ ഉണ്ടായിരുന്നത്? നീ ഇതൊക്കെയല്ലേ ചിന്തിച്ചത് എന്ന് ചോദിച്ചാൽ എന്തുത്തരാണ് നമുക്ക് ഓരോരുത്തർക്കും പറയാനുണ്ടാവുക. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ.
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ ചെയ്യുന്ന പുറത്ത് പറയുന്ന കാര്യങ്ങൾ, പുറത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അത് അള്ളാഹു അറിയണുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതിനാൽ നമ്മുടെ കഴിവനുസരിച്ച് നമ്മുടെ പ്രവൃത്തികൾ നന്നാക്കാൻ പരമാവധി നമ്മൾ ശ്രമിക്കില്ല. നമ്മൾ ഓരോരുത്തരും അള്ളാഹു താല സ്വീകരിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ആ ഓരോ ശ്രമങ്ങളും നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. അള്ളാഹു സഹായിക്കുമാറാട്ടെ. പരിശുദ്ധ പുണ്യ റമദാനിലാണ് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും അന്നപാനീയങ്ങൾ അള്ളാഹു താല ഹലാലാക്കിയ പല കാര്യങ്ങളും അവൻ പറഞ്ഞതനുസരിച്ച് കൊണ്ട് ഒഴിവാക്കി അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പ്രതിഫലവും പ്രീതിയും വല്ലാതെ മോഹിച്ചുകൊണ്ട് നോമ്പ് നോൽക്കുന്നവരാണ് നമ്മളൊക്കെ. ആ നോമ്പിന്റെ പുറമേക്കുള്ള എല്ലാ നിബന്ധനകളും പാലിക്കണം. നമ്മുടെ ഹൃദയത്തിലുള്ള ചിന്തകളിൽ നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ ആളുണ്ടോ? നന്മകളിലേക്കും അള്ളാഹുവിന്റെ സ്മരണകളിലേക്കും ദിക്റുകളിലേക്കും തിരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ തിന്മകളിലേക്കും ദുഷിച്ച ചിന്തകളുമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് എങ്കിൽ റബ്ബ് മുന്നിൽ പിടിച്ച് നിർത്തി ചോദിക്കുമ്പോൾ എന്തുത്തരാണ് നമുക്ക് പറയാനുണ്ടാവും? ആഖിറത്തിൽ നമ്മുടെ ഗ്രന്ഥം എന്റെ മുന്നിൽ കയ്യിൽ തന്നിട്ട് ഇതായിരുന്നില്ല നിന്റെ നിസ്കാരം, നിന്റെ ഊത്ത്, നിന്റെ നോമ്പ് എന്ന് ചോദിക്കുമ്പോൾ തല കുനിച്ച് നിൽക്കാനല്ലാതെ, പേടിച്ച് കണ്ണുകൾ മേലേക്ക് മറിയാനല്ലാതെ എന്താണ് നമുക്ക് കഴിയുക? അല്ലാഹു തആല സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല നമ്മുടെ ഓരോ അമലുകൾക്കും അതിന്റെ പരിപൂർണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് നമ്മുടെ മനസ്സിലെ ചിന്തകളും ഹിസാബുണ്ടാകും എന്ന ഈ ആയത്ത് നമ്മളെ ഓരോരുത്തരെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ടിയിരിക്കുന്നു. എല്ലാത്തിന്റെയും ഉടമസ്ഥനായ, എല്ലാ മനസ്സിലുള്ളതും വെളിപ്പെടുത്തിയതും അറിയുന്നവനായ റബ്ബ് നമ്മളെ ഹിസാബ് ചെയ്യുന്ന രംഗം നമ്മൾ കണ്ണടച്ചൊന്ന് കണ്ടു നോക്കുക. 2 മിനിറ്റ് കണ്ണടച്ചിട്ട് നമ്മളെ പിടിച്ച് ഹിസാബ് ചെയ്യാണ്. അല്ലാഹുവേ, ഹിസാബില്ലാതെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹിസാബില്ലാതെ കയറുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ കാരുണ്യവാനായ നാഥനോട് നമുക്ക് തേടിക്കൊണ്ടേയിരിക്കാം. തഖ്വയോടെ ഖുശൂഓടെ ഇബാദത്തുകൾ ചെയ്യാൻ കഴിയാൻ, അത് അതിന്റെ പരിപൂർണതയോടെ സ്വീകരിക്കാൻ ഗഫൂറുർ റഹീമായ റബ്ബിനോട് തേടിക്കൊണ്ടേയിരിക്കാം. മനസ്സിൽ കാപട്യം വരാതിരിക്കാൻ, മറ്റുള്ളവരെ കുറിച്ച് ചീത്ത വിചാരങ്ങൾ വരാതിരിക്കാൻ, നമ്മളെ കുറിച്ച് തന്നെ ഞാൻ നല്ലതാണ്, ഞാൻ പെർഫെക്റ്റ് ആണ്, ഞാൻ ഓക്കെയാണ് എന്ന ചിന്തകൾ വരാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സഹായം നമ്മൾ തേടിക്കൊണ്ടേയിരിക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മൾ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ അല്ലാഹു നമ്മളിലേക്ക് ഓടി വരുന്നല്ലേ. അല്ലാഹു നമ്മളെ ഓരോരുത്തരുടെയും ദുആകൾ സ്വീകരിച്ച് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മറ്റൊരാളെ കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ് ചിന്തകൾ വന്നാൽ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് അത് അതുകൊണ്ടായിരിക്കും, അവരങ്ങനെ പറയാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അത് എൻ്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടായിരിക്കും. അങ്ങനെ അവരിലേക്ക് ഒരു 100 പോസിറ്റീവായ കാര്യങ്ങളെങ്കിലും നമ്മൾ തിരഞ്ഞെടുക്കാൻ നോക്കണം. അത് നമ്മൾ അപ്പൊ തന്നെ വിട്ട് കളഞ്ഞേക്കുക. ഒരു പോസിറ്റീവും നമുക്ക് മനസ്സിലായില്ലെങ്കിലും അത് അള്ളാഹു എനിക്ക് തന്ന ഒരു പരീക്ഷണമാണെന്ന് കരുതി നമ്മൾ അതിന്റെ ബാക്കിൽ പിടിക്കാതിരിക്കുക. നമുക്ക് തന്ന ഓരോ കാര്യത്തിനും നന്ദിയുള്ളവരാകുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ, കണ്ണ് തുറക്കുമ്പോൾ, ആകാശങ്ങളും ഭൂമിയും നമുക്ക് കാണാൻ കഴിയുമ്പോൾ ഇതെല്ലാം സൃഷ്ടിച്ച റബ്ബിന് വേണ്ടി അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞ് പറയാൻ കഴിയും. നമുക്ക് ഒരാളോട് വെറുപ്പുണ്ടെങ്കിൽ അതിനെ സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കാൻ നോക്കുക. ഒരു ശത്രുത ഉണ്ടെങ്കിൽ അതിന് സൗഹൃദം കൊണ്ട് മാറ്റിയെടുക്കാൻ നോക്കുക. എല്ലാത്തിലും എല്ലായ്പ്പോഴും റബ്ബിന്റെ സഹായം തേടുക, അവന് കൂട്ടുപിടിക്കുക. അവനല്ലാതെ ആരാ നമുക്കുള്ളത്? മറ്റുള്ളതൊക്കെ ഒരു കൺട്രോളിൽ, ഒരു നിയന്ത്രണത്തിലല്ലേ ഉണ്ടാവുള്ളൂ. എപ്പോഴും പെടാവുന്ന ഇതേ ഉള്ളൂ. അള്ളാഹു അല്ലാത്ത മറ്റെല്ലാം അവൻ ഇഷ്ടപ്പെടുന്നതാണോ എന്ന് ചിന്തിച്ചിട്ട് മാത്രം ബാക്കിയുള്ള ചിന്തകളെ നമുക്ക് തുടരാൻ സമ്മതിക്കാം. അവൻ ഇഷ്ടപ്പെടുന്നതാണോ എന്ന് ചിന്തിച്ചിട്ട് മാത്രം നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അവന്റെ സഹായം എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. സെമിഅനാ വഅതഅനാ മുറുകെ പിടിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹുവേ,
ഞാൻ കേട്ട ഓരോ കാര്യങ്ങളും ഈ അൽബക്കറ ഫുള്ളായിട്ട് നമ്മൾ കേട്ട് പഠിച്ചു. ആ പഠിച്ച ഓരോ കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ എന്നെ കൊണ്ട് കഴിയും പോലെ ചെയ്യുന്നുണ്ട് റബ്ബേ എന്ന് പറയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അതിന് ബാക്കി ചെയ്യാൻ പറ്റാത്തതിന് നീ തന്നെ സഹായിക്കണേന്ന് പറയാനും നമുക്ക് പറയാൻ പറ്റും. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. അള്ളാഹു തആല ന്യായമല്ലാത്തതൊന്നും ചെയ്യൂലല്ലേ. അവൻ ആരോടും അക്രമം കാണിക്കുകയില്ല. ഇന്ന വാഗ്ദല്ലാഹി ഹഖ്, അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. അവൻ ആരോടും അക്രമം കാണിക്കൂല. ന്യായമല്ലാത്തതൊന്നും അവൻ ചെയ്യൂല. അള്ളാഹു ഖുർആനിലൂടെ അവന്റെ വാഗ്ദാനം സത്യമാണ് എന്ന് നമ്മളോട് ഉറപ്പ് തന്നതാണ്. സോ ആരെങ്കിലും അണുമണി തൂക്കെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവനറിയും. ആ നന്മ കാരണത്താൽ ചിലപ്പോ അവൻ പുറത്തു തരും. അവൻ ഇഷ്ടപ്പെട്ട അടിമകളെ കൂട്ടത്തിൽ നമ്മൾ ചേർക്കും. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന പുറത്തു കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നന്മകളിലേക്ക് മുന്നേറാൻ അള്ളാഹുവിന്റെ സഹായം തന്നെ വേണമല്ലേ. അവൻ തന്നെ സഹായിക്കട്ടെ. അവന്റെ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുത്തഖീൻ, അല്ലാഹുമ്മ ജഅൽനാ മിനസ് സ്വാലിഹീൻ, അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുസ്തഗ്ഫിരീൻ. അവൻ പുറത്തു കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും ചേർക്കുമാറാവട്ടെ. ഇങ്ങനെ അള്ളാഹുവിൻ്റെതാണ് എല്ലാം എന്നും അവൻ നമ്മുടെ മനസ്സിൽ വെളുപ്പിച്ചു വെച്ചതും വെളിപ്പെടുത്തിയതെല്ലാം അറിയുന്നുണ്ടെന്നും അതവൻ ഹിസാബ് ചെയ്യുന്നു നമ്മളോട് പറഞ്ഞിട്ട് പറയാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും. ആ ഉദ്ദേശിക്കുന്നവർക്ക് ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ശിക്ഷ നൽകുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ പറയാം, അള്ളാഹുവിന് എല്ലാത്തിനും കഴിവുണ്ട്. നമ്മളെ സൃഷ്ടിച്ച അള്ളാഹ്ക്ക് കഴിയാൻ വേറെ എന്തെങ്കിലും ഒരു തെളിവ് കാണോ അള്ളാഹുവിന് കഴിവുണ്ട് എന്നുള്ളത്? നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ഓരോ അവയവങ്ങളും അതിൻ്റെയൊക്കെ അത്ഭുതങ്ങൾ മാത്രം പോരെ അള്ളാഹു തആലയുടെ കഴിവുകൾ നമുക്ക് മനസ്സിലാക്കും. അവൻ പറയാം, ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, ഇതെല്ലാം എന്റേതാണ്, ഇതൊക്കെ നിങ്ങളെ ഉള്ളിലുള്ളതും പുറത്തുള്ളതും ഒക്കെ എനിക്കറിയാം, ഞാൻ നിങ്ങളെ ഹിസാബ് ചെയ്യുന്നു പറഞ്ഞിട്ട് അവൻ തന്നെ ഉറപ്പിച്ച് പറയാ, ഇതൊക്കെ നിങ്ങൾ ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് നമ്മൾ അറിയിക്കും കൂടി ചെയ്യണല്ലേ. ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഒരു സംശയം വേണ്ട. എല്ലാത്തിനും ഈ ആകാശഭൂമികൾക്ക് അധിപനായ റബ്ബുൽ ആലമീനായ അല്ലാഹു തആലക്ക് ഇതെല്ലാം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലേ. ഒന്ന് ചിന്തിക്കുക പോലും വേണ്ട. ആ ഒരു മുന്നറിയിപ്പ് തന്നിട്ടാണ് അല്ലാഹു തആല ഈ ആയത്ത് കംപ്ലീറ്റ് ആക്കുക. അടുത്ത 2 ആയത്തുകളിലൂടെ അങ്ങനെ ഹിസാബിൽ പെടാതിരിക്കാൻ, അവന്റെ ശിക്ഷക്ക് പാത്രമാകാതിരിക്കാൻ എന്ത് ചെയ്യണം? അവന് സമയനാവോ അത്താന, അവന് നമ്മൾ അനുസരിക്കണം എന്ന് കൂടി പറഞ്ഞു തന്നിട്ട്, അനുസരിക്കുന്ന ആളുകൾക്ക് അവൻ പറഞ്ഞു തന്ന അനുഗ്രഹങ്ങളെ പറ്റി പറഞ്ഞു തന്നിട്ട്, നമ്മളോട് വളരെയധികം കരുണയുള്ള, നമ്മളെ നരകത്തിലിടാൻ ഒരിഷ്ടവും ഇല്ലാത്ത റബ്ബ്, നമ്മളോട് നമ്മുടെ മാതാക്കളെക്കാൾ സ്നേഹമുള്ള റബ്ബ്, ഒരിത്തിരി പോലും നമ്മൾ നരകത്തിലേക്ക് പോവല്ലേ, എന്നിലേക്ക് അടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന നമ്മുടെ റബ്ബ് അൽബക്കറ സൂറത്ത് ആമന റസൂലു എന്ന ഒരു നിധി തന്നിട്ടാണ് അവസാനിപ്പിക്കണമല്ലേ. അല്ലാഹു അക്ബർ. എല്ലാത്തിൻ്റെയും ഉടമസ്ഥനായവനായ ഖദീറായ, എല്ലാം അറിയുന്ന, എല്ലാത്തിനും കഴിവുള്ളവനായ റബ്ബുൽ ആലമീനായ തമ്പുരാനെ, നീ തൃപ്തിപ്പെട്ട, നിനക്ക് തൃപ്തിപ്പെട്ട അടിമകളായി ഞങ്ങളെ നീ മാറ്റണമെന്ന്, നീ അനുഗ്രഹിക്കണമെന്ന്. നിന്റെ അനുഗ്രഹമല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ മുന്നിലില്ല. നിന്റെ കാരുണ്യമല്ലാതെ മറ്റൊരു സഹായവും ഞങ്ങൾക്ക് ആർക്കുമില്ല. നീ സഹായിക്കണമേ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് റബ്ബി ഇഗ്ഫിർ ലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്
والمسلمين والمسلمات الأحياء منهم والأموات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. السلام عليكم ورحمة الله وبركاته. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇവിടെയുള്ള ആരുടെടുത്തേലും ഐഫോൺ ഉണ്ടോ? ഐഫോണിലാണോ ജോയിൻ ചെയ്തത്? അസ്സലാമു അലൈക്കും. ഫെമിന അവർ ഐഫോണിലാ ജോയിൻ ചെയ്തേ? അതെ അതെ. ഞാൻ നിങ്ങളെ ഹോസ്റ്റ് ആക്കാം. അതിൽ ലീവ് ചെയ്യുമ്പോൾ എൻഡ് കോൾ ഫോർ എവരി വൺ വരും, അതൊന്ന് ചെയ്യണേ ഇൻഷാ അല്ലാ. ഓക്കെ. ക്ലാസ്സിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നല്ല ക്ലാസ് ആയിരുന്നു, മാഷാഅല്ലാഹ്. ഓക്കെ, അപ്പൊ എൻഡ് കോൾ ചെയ്തോളൂ. ഓക്കെ.